ഹായ് ഫ്രണ്ട്സ്, റീഷെരീസിൻ്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് ഓട്സ് ടിക്കിയാണ്. ഒരു ഹെൽത്തി സ്നാക്കാണ്. വേണമെങ്കിൽ നമുക്ക് ഓട്സ് കട്ട്ലറ്റ് എന്നൊക്കെ പറയാം. അപ്പോൾ എങ്ങനെയാണ് തയ്യാറാക്കേണ്ടതെന്ന് നമുക്ക് നോക്കാം. കീപ് വാച്ചിങ്. ഹോപ്പ് യു ലൈക്ക് ഇറ്റ്. അപ്പോൾ ഓട്സ് ടിക്കി തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഞാനിപ്പോൾ 1 കപ്പ് വേവിച്ചിട്ട് ഉടച്ചെടുത്ത ഉരുളക്കിഴങ്ങ് എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലോട്ട് ഓട്സ് ആഡ് ചെയ്ത് കൊടുക്കാം. ഞാനിപ്പോൾ 1.5 കപ്പ് ഓട്സ് ആണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. ഇനി നമുക്ക് ഒരു ചെറിയ എരിവ് കിട്ടാൻ വേണ്ടിയിട്ട് 3 പച്ചമുളക് ചെറുതായിട്ട് അരിഞ്ഞത് ആഡ് ചെയ്ത് കൊടുക്കാം. അതോടൊപ്പം തന്നെ ഒരു 1/2 ടീസ്പൂൺ ഗരം മസാലയും കൂടെ ആഡ് ചെയ്ത് കൊടുക്കുക. ഇനി നമുക്കിതിലോട്ട് മല്ലിയില ചെറുതായിട്ട് അരിഞ്ഞത് കുറച്ച് ആഡ് ചെയ്ത് കൊടുക്കാം. അതുപോലെ തന്നെ കപ്പലണ്ടി നമ്മൾ ക്രഷ് ചെയ്തെടുത്തത്, ഒരുപാട് പൊടിച്ചതല്ല, ക്രഷ് ചെയ്തെടുത്തത് 2 ടേബിൾ സ്പൂൺ നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി ആവശ്യത്തിന് ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കുക. ഞാനിപ്പോൾ 1 ടീസ്പൂൺ ഉപ്പാണ് ഇതിലോട്ട് ആഡ് ചെയ്യുന്നത്. അതിനുശേഷം ഇത് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കുക. ഇപ്പോൾ നമ്മൾ നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതുപോലെ നല്ല ബോൾസ് ആക്കി എടുക്കുക. എന്നിട്ട് നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ നമുക്ക് ചെയ്തെടുക്കാം. ഞാനിപ്പോൾ ഇതുപോലെ റൗണ്ട് ആക്കിയിട്ട് ജസ്റ്റ് ഒന്ന് ഇതൊന്ന് പരത്തി എടുക്കുവാണ്. നന്നായിട്ടൊന്ന് ഉരുട്ടിയെടുക്കുക, എന്നാലേ അത് നന്നായിട്ട് ബൈൻഡായി വരത്തുള്ളൂ. ഇതുപോലെ പ്രസ് ചെയ്തതിന് ശേഷം കൈ കൊണ്ട് റൗണ്ട് ചെയ്ത് കൊടുക്കുക. അപ്പം നമുക്ക് നല്ല ഷേപ്പിൽ ഇത് നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ ഇതുപോലെ നമുക്ക് ബാക്കി പീസസും കൂടെ ചെയ്തെടുക്കാം. അപ്പോൾ നമ്മളിപ്പോൾ ഫുൾ ടിക്കീസും റൗണ്ട് ചെയ്തെടുത്തിട്ടുണ്ട്. നമുക്കിപ്പോൾ 9 പീസാണ് കിട്ടിയിട്ടുള്ളത്. ഇനി നമ്മുടെ ഓട്സ് ടിക്കീസിൻ്റെ പുറത്തൊന്ന് കോട്ട് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ 1 മുട്ട എടുത്തിട്ട് നന്നായിട്ട് ബീറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമ്മളിതിൽ ഉപ്പൊന്നും ആഡ് ചെയ്യുന്നില്ല. 1/2 ടീസ്പൂൺ കുരുമുളക് പൊടിയും കൂടെ ആഡ് ചെയ്ത് കൊടുക്കുവാണ്. അതിനുശേഷം ഒന്നും കൂടെ നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കുക. നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. അതുപോലെ ഞാൻ ബ്രെഡ് ക്രംസും എടുത്തിട്ടുണ്ട്. ബ്രൗൺ ബ്രെഡാണ് യൂസ് ചെയ്തിട്ടുള്ളത്. ഇനി നമുക്ക് ഇതുപോലെ നമ്മുടെ ഓരോ ടിക്കീസും ഇതുപോലെ മുട്ടയിൽ നന്നായിട്ട് ഡിപ്പ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം നമ്മുടെ ബ്രെഡ് ക്രംസിൽ നന്നായിട്ട് നമുക്കൊന്ന് കോട്ട് ചെയ്തെടുക്കാം. കണ്ടോ, ഇതുപോലെ എല്ലാ ടിക്കീസും നമ്മൾ ചെയ്തെടുക്കണം. അപ്പോൾ നമ്മളിപ്പോൾ മുട്ടയിലും ബ്രെഡ് ക്രംസിലും ഫുൾ പീസും കോട്ട് ചെയ്തെടുത്തു. ഇനി നമുക്കിത് കുക്ക് ചെയ്യാം. നമ്മൾ ഇതുപോലത്തെ ഒരു പാനിലാണ് ടിക്കീസ് കുക്ക് ചെയ്യാൻ പോകുന്നത്. ഡീപ്പ് ഓയിൽ ഫ്രൈയിങ് ഒന്നും നമ്മൾ ചെയ്യുന്നില്ല. ഇതിൽ കുറച്ച് ഓയിൽ നമ്മൾ ഇതുപോലെ ഒഴിച്ച് കൊടുക്കുകയാണ്. കുറച്ച് ആവശ്യത്തിന് മാത്രം പാനിൽ കുറച്ച് ഓയിൽ ആഡ് ചെയ്യുക. ഇപ്പോൾ എണ്ണ ചൂടായിട്ടുണ്ട്. നമുക്ക് ടിക്കീസ് ഓരോന്നായിട്ട് വെച്ച് കൊടുക്കാം. നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഒന്നെങ്കിൽ മീഡിയം അല്ലെങ്കിൽ ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് ഇത് കുക്ക് ചെയ്യാവുള്ളൂ. അല്ലെങ്കിൽ പെട്ടെന്ന് കരിഞ്ഞു പോയിട്ട് ഉള്ളിലൊന്നും വേകാതെ ആയിരിക്കും നമുക്ക് കിട്ടുന്നത്. ഇപ്പോൾ ഒരു സൈഡ് വെന്ത് വന്നിട്ടുണ്ടാകും. നമുക്കിനി ഇതുപോലെ മറിച്ചിട്ട് കൊടുക്കാം. ഒരു 3-4 മിനിറ്റ് കുക്ക് ചെയ്താൽ മതി. അപ്പോൾ തന്നെ വെന്ത് കിട്ടും. ഓട്സൊക്കെ ആയതുകൊണ്ട് പെട്ടെന്ന് നമുക്കിത് വെന്ത് കിട്ടും. പക്ഷേ ഒരിക്കലും ഹൈ ഫ്ലെയിമിലിട്ടിട്ട് വേവിക്കരുത്, എന്നാൽ കരിഞ്ഞു പോകും. ഇപ്പോൾ 2 സൈഡും കുക്കായിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് സൈഡ് ഒന്ന് കുക്ക് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് ഇതിനെ ഇതുപോലെ പിടിച്ചിട്ട് ഒന്ന് സൈഡ് ഇങ്ങനെ ജസ്റ്റ് ഒന്ന് പാനിൽ പിടിച്ച് വെച്ച് കൊടുക്കുക. ഒരുപാട് നേരം ഒന്നും വയ്ക്കേണ്ട. കുറച്ച് നേരം നമ്മളിങ്ങനെ വയ്ക്കുമ്പോൾ തന്നെ സൈഡും കൂടെ നമുക്ക് നന്നായിട്ട് വെന്ത് കിട്ടും. അപ്പോൾ ഇതുപോലെ ഒന്ന് ജസ്റ്റ് പിടിച്ചൊന്നിങ്ങനെ റൗണ്ട് ചെയ്ത് കൊടുക്കുക. അങ്ങനെ എല്ലാ ടിക്കീസും ഒന്ന് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമുക്ക് സൈഡും കൂടെ വെന്ത് കിട്ടാമെന്ന്. ഇപ്പോൾ നമ്മുടെ ടിക്കീസ് റെഡി ആയിട്ടുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇത് കുറച്ചും കൂടെ പെട്ടെന്ന് വേവിച്ചെടുക്കണമെങ്കിൽ ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് അടച്ചു വെച്ച് വേവിച്ചെടുക്കാവുന്നതാണ്. ഹെൽത്തി ആൻഡ് ടേസ്റ്റി ആയിട്ടുള്ള ഓട്സ് ടിക്കി റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റിയാണ്. നമ്മളിതിൽ മൈദയോ അങ്ങനെ ഒന്നും യൂസ് ചെയ്യുന്നില്ല. കുട്ടികൾക്കായാലും മുതിർന്നവർക്കായാലും ഒരുപോലെ യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു സ്നാക്കാണ്. അപ്പോൾ നിങ്ങൾ എന്തായാലും ഇത് ട്രൈ ചെയ്ത് നോക്കുക. നമുക്കിതൊന്ന് മുറിച്ച് നോക്കാം. കണ്ടോ, എന്ത് സോഫ്റ്റ് ആയിട്ടാണ് മുറിഞ്ഞ് വരുന്നത്.
ഇതിൻ്റെ കൂടൊപ്പം നമ്മൾ ഒരു ടൊമാറ്റോ കെച്ചപ്പും കൂടി യൂസ് ചെയ്യുക. അപ്പോൾ നല്ല ടേസ്റ്റി ആയിരിക്കും. എന്തായാലും നിങ്ങളത് ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്തതിന് ശേഷം നിങ്ങളുടെ ഫീഡ്ബാക്സിനെ കമൻസിലൂടെയും മെയിലിലൂടെയും അറിയിക്കുക. വീഡിയോ ഇഷ്ടമെങ്കിൽ നിങ്ങളുടെ പ്രിയപ്പെട്ടവരുമായി ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. മറ്റൊരു അവസരത്തിൽ വേറൊരു വീഡിയോയിൽ കാണാം. ടേക്ക് കെയർ. ബൈ.